ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഞാൻ മുടിയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോ മുടിയൊക്കെ എനിക്ക് നരയ്ക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡൈ ചെയ്യാനോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ല. പക്ഷേ ചെറിയൊരു സൂത്രം എന്ന് പറയുക ഹെന്നൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ടൊന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്, കുറേ പണിയാണ്. അപ്പോൾ ഇത് ഒരു എളുപ്പത്തിലുള്ളതും പിന്നെ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു സൂത്രം എന്ന് പറയാം. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച് നല്ല കളറ് വരണം കേട്ടോ. ചായക്ക് നല്ല കളറ് വരണം. അത് തിളപ്പിച്ച് അരിച്ച് ചൂടാറാനായിട്ട് എടുത്ത് മാറ്റി വെച്ചു. ചൂടാറിയതിന് ശേഷം നമ്മുടെ വീട്ടിലെ മൈലാഞ്ചി തന്നെയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ച ഹെന്ന പൗഡറൊന്നുമല്ല, വീട്ടിലെ മൈലാഞ്ചി തന്നെ പൊട്ടിച്ച് കുറച്ച് ദിവസമായി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കണു. മടി വിചാരിച്ച് ഇങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തലമുടിക്ക് ആകെ ഒരു സുഖമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഒട്ടും താമസിച്ചില്ല. ചില നേരത്തെ അങ്ങനെ എനിക്ക് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ അതൊക്കെ എടുത്ത് മിക്സിയിലേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ ഈ ചായ കൂട്ടിയിട്ടാണ് അരയ്ക്കണത് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചേർക്കില്ല. പിന്നെ നമ്മൾ എടുത്ത് തേക്കണ നേരത്ത് ഒരു മുട്ടയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒക്കെ ഒന്ന് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നാരങ്ങ നീരാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. മുട്ടയാകുമ്പോൾ കുറച്ചും കൂടി മുടി നല്ല സ്മൂത്താവും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. കുറച്ച് പണിയുണ്ടെന്ന് മാത്രം. മടിയില്ലാത്ത സമയമൊക്കെ വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാക്കി ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എടുക്കണ നേരത്ത് കുറേശ്ശെ എടുത്ത് വേറൊരു ബൗളിലേക്ക് എടുത്ത് ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് വെച്ച് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കനത്തിൽ തന്നെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ശരിയാവുണ്ടായിരുന്നില്ല. പിന്നെ ഒരിത്തിരി വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒന്ന് അലിയിച്ചെടുത്തിട്ടൊക്കെയാണ് ശരിയായത്. നല്ല ഓവർ കട്ടിയായാലും നമ്മുടെ തലയിൽ തേക്കുമ്പോൾ അതിങ്ങോട്ട് താഴത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ നരപ്പുള്ളിടത്ത് മാത്രമല്ല, ഫ്രണ്ടിലെല്ലായിടത്തും മുഖത്ത് എന്തെങ്കിലും ഒരു ക്രീം തേക്കണം കേട്ടോ, അല്ലെങ്കിൽ വാസലിന എന്തെങ്കിലും, അല്ലെങ്കിൽ ആ മൈലാഞ്ചിയുടെ കളറ് നമ്മുടെ മുഖത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ദിവസം മുഖം ഒരു കളറൊന്നും ഉണ്ടാവില്ല, ഒരു വൃത്തിയില്ലാണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഇതൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വാസലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീമോ മുഖത്ത് നന്നായിട്ട് പുരട്ടിയിട്ട് വേണം നമ്മളിത് ഇരിക്കാനായിട്ട് കേട്ടോ. കൂടുതലും ഈ കൃതാവ് എന്ന് പറയില്ലേ, ആ ഒരു ഭാഗത്തൊക്കെയാണ് വരിക. അവിടെയൊക്കെ വെച്ചാൽ 2 മുടി അങ്ങനെ നരയ്ക്കുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തത്. ഉള്ളിലേക്കോ അല്ലെങ്കിൽ നിറയിലേക്കോ ഒന്നും ചെയ്തില്ല. വെച്ചാൽ എനിക്കിപ്പോൾ നീർക്കിട്ട് വരുന്നത് കേട്ടോ. അതങ്ങനെ എന്തായാലും 1 മണിക്കൂറെങ്കിലും വെക്കണം, അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടൊന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തലയിൽ ആ ഫ്രണ്ടിൽ മാത്രമാണ് ചെയ്തത്. പിന്നെ മുടിയുടെ തുമ്പത്തൊക്കെ വേണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നീർക്കെട്ടൊന്നും വരില്ല. അപ്പോൾ അതങ്ങനെയൊക്കെ നന്നായിട്ട് പുരട്ടി കഴിഞ്ഞ് ഇതേപോലെ ഒരു കവറ് വെച്ച് കെട്ടി പിന്നെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്താൽ പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും കുളിച്ചാൽ മതി. പിന്നെ കുളിക്കുമ്പോൾ ഷാമ്പൂ ഒന്നും ഇടരുത്, വെറുതെ കുളിച്ചാൽ മതി ആദ്യത്തെ ദിവസം. പിന്നെ പിറ്റേ ദിവസം ആണെങ്കിൽ സാധാരണ പോലെയൊക്കെ ചെയ്യാം കേട്ടോ, വെളിച്ചെണ്ണയൊക്കെ പറ്റുക. പിന്നെ എപ്പോഴും മുടിയിൽ വെളിച്ചെണ്ണ പരട്ടുക. വെളിച്ചെണ്ണ പറ്റാണ്ടിരിക്കുമ്പോഴാണ് കൂടുതലും മുടി പെട്ടെന്ന് തന്നെ നരയ്ക്കുന്നത് എന്ന് എനിക്ക് തോന്നാറ് കേട്ടോ. എൻ്റെ വല്യമ്മയുടെ ഒന്നും മുടി ഇതുവരെ നരച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവരൊക്കെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കോരി ഒഴിക്കുന്ന പോലെ തലയിൽ. അപ്പം നമുക്ക് അത്രയ്ക്കൊന്നും പറ്റില്ല. അപ്പോൾ അത് വേറൊരു ദിവസമാണ്. ഇത് സൺഡേയിൽ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. രാവിലത്തെ ജോലികളൊന്നും ഞാൻ പിടിച്ചില്ല, അലക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് നേരം വൈകി. അപ്പോൾ എന്തെങ്കിലും ഒരു കറി വേണ്ട വെച്ചിട്ട് വേഗം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ചതച്ച് മൂപ്പിച്ച് വറ്റൽമുളകൊക്കെ മൂപ്പിച്ച് പയറിൻ്റെ ഇലയാണ് വേഗം അരിഞ്ഞ് ആക്കി വെച്ചത്. കുറേ ദിവസമായി പയറിൻ്റെ ഇല വെക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു ഒഴിവ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് വാട്ടി ഉപ്പൊക്കെ ഇട്ട് വാടിയതിന് ശേഷം വീണ്ടും കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊത്തി വെച്ച് അങ്ങനെ നന്നായിട്ട് വാട്ടിയെടുത്തു കേട്ടോ. നല്ലോണം നാളികേരം വേണം ഇതിന്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. റെഡിയായി കേട്ടോ. ഒരു 5 മിനിറ്റ് നാളികേരം കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ടേസ്റ്റാണ്. ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നല്ല വൈറ്റ് റൈസ് നല്ല കുത്തരിച്ചോറ് തന്നെയാണ് ടേസ്റ്റ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കുത്തരിച്ചോറൊന്നും അത്ര ടേസ്റ്റൊന്നുമില്ല. നമ്മുടെ മാങ്ങാച്ചാറും പിന്നെ ചിക്കൻ അപ്പം വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നുള്ളൂ ചേട്ടൻ, വെക്കാനും സമയമില്ല. അപ്പം അതിൻ്റെ ബോൺലെസ് പീസ് മാത്രം എടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കിയത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ബോൺലെസ് പീസ് മാത്രമായിട്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാം, കാണാൻ മറക്കരുത്. ഈ ഒരു ദിവസം തന്നെ ഉച്ചതിരിഞ്ഞ് ആ ചിക്കൻ ഫ്രൈ ആക്കിയതിൻ്റെ ഷോർട്ട് വീഡിയോ വരും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ബോൺലെസ് പീസ് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ബോൺലെസ് പീസ് കുറച്ചധികം തന്നെയായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഉച്ചതിരിഞ്ഞ് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പി വീഡിയോ നാളെ വരും കേട്ടോ. നമ്മുടെ ഗായത്രി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു,
റെസിപ്പി വീഡിയോ മാത്രം ചെയ്യില്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഞാൻ ആദ്യം റെസിപ്പി വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് എടുത്തത്. ആ മെസ്സേജ് കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളിത് അതൊക്കെ എടുത്ത് കഴിച്ച് മുകളിലൊക്കെ പോയിരുന്ന് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നൊക്കെ കഴിച്ചു. പിന്നെ റെസിപ്പി എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നാളെ റെസിപ്പി വീഡിയോ വരും കേട്ടോ. ഇന്നത്തേലും നാളത്തേലും കാണിക്കണ്ടല്ലോ. പിന്നെ റെസിപ്പി വീഡിയോ സെർച്ച് ചെയ്യുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ കിട്ടാനായിട്ട് എളുപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മുടെ പ്ലേലിസ്റ്റിൽ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനത്തെ റെസിപ്പി വീഡിയോകളൊക്കെ കിട്ടും കേട്ടോ. ഇതേപോലെ കോംബോ റെസിപ്പികളൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ചീര കുറേ മുറിച്ചെടുക്കാനുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അത്ര നല്ല ഇലകളല്ല ചിലതൊന്നും. അപ്പോൾ കുറച്ച് നേരെ ഇരുന്നിങ്ങാട്ട് വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ദിവസം ഒന്നും പറ്റണില്ല. ഞാൻ ശ്രമിച്ചിട്ട് ചീര വെറുതെ നിന്നിങ്ങനെ കേടായി പോവുകയാണ്. അപ്പോൾ അതൊന്ന് മുറിച്ച് റെഡിയാക്കണം. പിന്നെ നമ്മുടെ സാമ്പാർ ചീര, ഇതിന് പ്രഷർ ചീര എന്നും പറയൂ കേട്ടോ. ഇതും കുറേ വലുതായിട്ടുണ്ടായിരുന്നു. അതും മുറിച്ചെടുക്കണം. എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. രാത്രി ഇട്ട നേരത്തൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത്യാവശ്യം പുല്ല് കിടക്കല്ലേ. പിന്നെ ആ തേനീച്ച വീണ്ടും ശരിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തേനൊക്കെ നിറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 2 ആഴ്ച കഴിയുമ്പോൾ തേൻ എടുക്കുന്ന ആളെ വിളിച്ചിട്ട് നമുക്ക് തേൻ എടുക്കണം സാധിക്കാവോ. അങ്ങനെ ചീരയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓടിയൊന്ന് തുണികൾ എടുത്തു കേട്ടോ. തുണികൾ ചിലത് ഉണങ്ങിയിട്ടുണ്ടായില്ല. ഇന്ന് ഇത്തിരി നേരം വൈകിട്ടാണ് കേട്ടോ തുണികൾ കഴുകിയത്. എന്ന് വെച്ചാൽ രാവിലത്തെ നമ്മുടെ എഡിറ്റിങ് രാവിലെ ആയിരുന്നു. അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കലും അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിന്ന് അലക്കാനൊക്കെ പോയത്. അലക്കാനായിട്ട് പോയപ്പോഴാണെന്ന് വെച്ചാലോ നമ്മുടെ ഒരു പൂച്ച പ്രസവിച്ചിട്ട് ഇതിൽ ഒരു പെണ്ണ് പൂച്ച ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 2 കണ്ടപ്പന്മാരും. അപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമിൽ എന്താ പറയുക മേശയുടെ അടിയിൽ വാഷിംഗ് മെഷീൻ്റെ തൊട്ടായിട്ട് പൂച്ചക്കുട്ടികളെ കൊണ്ടുവച്ചേക്കുക. ഞാനെടുത്ത് പുറത്ത് വയ്ക്കും, അതെടുത്ത് വീണ്ടും അകത്തോണ്ട് വയ്ക്കും, ഞാനെടുത്ത് പുറത്ത് വയ്ക്കും, വീണ്ടും അകത്തോണ്ട് വയ്ക്കും. ഇങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതുമ്പോൾ കുറേ നിന്ന് അവൾ പോയില്ല. എന്നിട്ട് എനിക്കകത്ത് അങ്ങനെ പൂച്ചേനെ ഇഷ്ടമില്ല അങ്ങനെ ആക്കണത്. പിന്നെ ഇനിയിപ്പോൾ അവറ്റങ്ങളെടുത്ത് പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇനി വല്ലതും കടിച്ച് കൊന്നാലും അതൊരു വിഷമല്ലേ. അത് കാരണം തൽക്കാലം ഇന്ന് ഞാനവിടെ വെച്ചിട്ടുണ്ട്. നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത് പുറത്തിടുക. ഒന്ന് പൂച്ചേനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കകത്ത് അവരൊന്ന് ഓടിപ്പോയി വരുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഈ രാത്രി കിടക്കുന്ന അതൊന്നും എനിക്ക് എന്തോ ഇഷ്ടമില്ല, മനസ്സിൽ പിടിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇഷ്ടമില്ല. പിന്നെ കാർഡ്ബോർഡിലൊക്കെ ആക്കി പതുക്കെ മാറ്റണം സ്ഥലം. 2-3 പ്രാവശ്യം ശ്രമിച്ചു കേട്ടോ. ഇന്ന് നടന്നില്ല. വീണ്ടും കടിച്ചു പിടിച്ച് കൊണ്ടുവരും. നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളാണ്. കുഞ്ഞി നമ്മുടെ വിരലിൻ്റെ അത്ര ഉള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, വെള്ളയും കറുപ്പൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്ത് തുണികൾ കഴുകിയിട്ടുണ്ടായിരുന്നത് മടക്കാനായിട്ട് മറന്നു. അത് നോക്കിയപ്പോൾ ഉണങ്ങിയിട്ടില്ല, തണലത്തല്ലേ. അപ്പോൾ ശ്രീകുട്ടിൻ്റെ യൂണിഫോം എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അതെവിടെയാണെന്ന് ആലോചിച്ചത്. പിന്നെ എൻ്റെ ചുരിദാറും ഞാൻ മൊത്തം വെയിലത്ത് ഇടണ്ടാന്ന് വെച്ചിട്ട് താഴെ മാവിൻ്റെ ചൂട്ടിൽ അടക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇട്ടത്. അപ്പോൾ അതൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ വേഗം കോണീൻ്റെ മുകളിലും അങ്ങനെ വെറുതെ ഇട്ടു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതെന്തായാലും ഉണങ്ങുമല്ലോ, നമ്മൾ രാത്രി ഫാനൊക്കെ ഇടുന്നതല്ലേ. അങ്ങനെ അവിടെ ഇട്ടു. ചീര അരിയിൽ ചേട്ടനെ ഏൽപ്പിച്ചു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്ന് വെച്ചാൽ ഈ പണികളൊന്നും ചേട്ടന് ചെയ്യാൻ പറ്റില്ലല്ലോ. ചീര അരിയിലൊക്കെ ചേട്ടന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പതുക്കെ മുകളിലേക്ക് പോയി ആ എടുത്ത് വെച്ച തുണികളൊക്കെ ഒന്ന് മടക്കണ്ടേ. അപ്പോൾ അത് മടക്കാമെന്ന് ചോദിച്ചാൽ അവിടെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആവും അത് മടക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് തന്നെ മടക്കാമെന്ന് വിചാരിച്ചിട്ട് ചീര അരിയിൽ ചേട്ടനെ ഏൽപ്പിച്ച് ഞാൻ വേഗം വന്നു. ഇപ്പം ഞാൻ പറയില്ലേ, ഈ 2 റൂമും ശ്രീകുട്ട ഉപയോഗിക്കണോണ്ട് ഇത് സ്റ്റഡി റൂമാക്കി, മറ്റേത് ബെഡ്റൂമാക്കി. അപ്പോൾ അത് കാരണം നല്ല വൃത്തിയുണ്ട് കേട്ടോ. മോൾ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യത്തിൻ്റെ റൂം ആദ്യത്തിനും വൃത്തിയാക്കേണ്ടത്. അത് കാരണം എനിക്ക് വലിയ പണിയില്ല. അവരാരുടെ ബാത്റൂമൊക്കെ ഇന്ന് ശ്രീകുട്ടൻ്റെ ബാത്റൂമും ശ്രീകുട്ടൻ്റെ ആദ്യത്തിൻ്റെ ബാത്റൂമും ആദ്യത്തിനും കഴുകി. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ വലിയ ജോലി എന്ന് പറയാണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ പറയാം ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ അവരുടെ തുണികൾ അവരോട് തന്നെ അലമാരിയിൽ എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞു. എൻ്റെയും ചേട്ടൻ്റെയും തന്നെയാട്ടാ കൂടുതലും ഡ്രസ്സുകൾ. പിള്ളേരുടെ അങ്ങനെയില്ല. ഞാൻ അലക്കിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മെഷീനിലിട്ടിട്ട് ഒന്ന് കഴുകിയൊക്കെ വിരിച്ചിടാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ബാത്റൂമിൽ ഒരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അതിലും ചിലപ്പോൾ അലക്കിയൊക്കെ ഇടും കേട്ടോ. ഓരോ തോറ്റം തോന്നുമ്പോഴൊക്കെയാണ് ചെയ്യുള്ളൂ. കൃത്യനിഷ്ഠയോടുകൂടി ഒന്നും ചെയ്യൊന്നുമില്ല. എന്നാലും പിന്നെ നമുക്ക് ചിലപ്പോൾ ഒന്നും വയ്യാന്നൊക്കെ തോന്നി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ചെയ്യുമല്ലോ, അതൊരു സന്തോഷം തന്നെയല്ലേ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ തുണികളൊക്കെ എടുത്ത് താഴത്തേക്ക് പോന്നു. അവൻ അതിൽ 1-2 എണ്ണം ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എടുത്ത് താഴത്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചീര അരിഞ്ഞ് വെച്ചു. അത് നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ സാമ്പാർ ചീര അരിഞ്ഞില്ല കേട്ടോ. പക്ഷെ അത് നാളെ മിക്കവാറും വെക്കില്ല, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആവും വയ്ക്കുക. അപ്പോൾ അരിഞ്ഞ് വെച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അത് കാരണം എപ്പോഴും ചീര അരിഞ്ഞതൊക്കെ വെക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട്
വെക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ടൊന്ന് ഒരു പരിഞ്ഞില്ലെങ്കിലും അരിയാണ്ടായാലും നമ്മളൊന്ന് വെള്ളം തെളിച്ച് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വാടില്ല. ഫ്രിഡ്ജിലൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയൊക്കെ വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ. വീട്ടിലുണ്ടാവുക വെച്ചാൽ നിവൃത്തിയില്ല എന്നല്ല, അതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മുറിച്ചാൽ മതി. സാമ്പാർ ചീരനെ ഞാനൊരു കവറിൽ അരിയാണ്ട് അങ്ങനെ ആക്കി വെച്ചു, കഴുകിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആക്കി വെച്ചു. ഇനി ആവശ്യം നേരത്തെ കുറച്ചെടുത്ത് അങ്ങോട്ട് അരിഞ്ഞ് പരിപ്പും സാമ്പാർ ചീര ഇട്ട് കുത്തി കാച്ചുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇത് ആദ്യത്തിന് സാമ്പാർ ചീരയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കൽ കഴിഞ്ഞ് പിന്നെ ഇനി മൊത്തത്തിലൊന്ന് അടുക്കളയൊന്ന് തുടയ്ക്കണം. അത്രയുള്ളൂ പണികൾ കേട്ടോ. വൈകുന്നേരത്തെ ഫുഡൊക്കെ ഞാൻ നേരത്തെ റെസിപ്പി വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടായ കാരണം പിന്നെ എല്ലാവരും അത് കഴിച്ചു. പിന്നെ രാത്രി അതൊക്കെ തന്നെ കഴിച്ചു. ചോറ് ഉച്ചക്കലത്തെ ഉണ്ട്, തോരനും എല്ലാതും ഇരിപ്പുണ്ട്, അച്ചാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുക്കിങ്ങിന് പിന്നെ നിന്നില്ല. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളായാലും മുറമൊക്കെ ആയാലും നമ്മൾ അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ എടുക്കുമ്പോഴും നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും കേട്ടോ. ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് 2 മുറം കേടായിട്ടുണ്ട്. ഇനി ഇവിടെ പ്ലാസ്റ്റിക്കാരൻ വരും കേട്ടോ ഒരു വണ്ടിയിൽ. അപ്പോൾ കാണണ ദിവസം ഒന്നും വാങ്ങിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കുഞ്ഞൻ മുറം ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇത്തിരി വലിയൊരു സംഭവങ്ങളൊക്കെയാണ് അരിയാന്ന് വെച്ചാൽ പ്ലേറ്റിൽ അത്ര പറ്റില്ലല്ലോ, ഇത്തിരി വലിയ മുറ എടുക്കണ്ടേ. ഈ കുഞ്ഞുമുറ ആകുമ്പോൾ വേറെ പണികൾക്കൊന്നും ചെയ്യില്ല, ഇങ്ങനത്തെ അരിയാൻ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഞാൻ ആ സിങ്കൊന്ന് തേച്ച് കഴുകിയിട്ടു കേട്ടോ. സിങ്ക് ആകെ വൃത്തികേടായി തോന്നി. അപ്പോൾ അത് ബ്രഷൊക്കെ ഉള്ള കാരണം ഇപ്പോൾ സുഖമാണ് കേട്ടോ കഴുകാനൊക്കെ. അതിലിത്തിരി ആ ലിക്വിഡ് ആക്കിയിട്ട് അങ്ങോട്ട് വേഗം അങ്ങോട്ട് തേച്ച് കഴുകിയിട്ടു. അങ്ങനെ അടുക്കള ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗം ഒന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ അടുക്കളയുടെ ക്ലീനിങ് വർക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരുടെ റൂമും പിള്ളേരുടെ ബാത്റൂമും അവർ തന്നെ റെഡിയാക്കി. പിന്നെ എനിക്ക് എൻ്റേതായ ഉള്ള അപ്പോൾ പൂച്ചക്കുട്ടന്മാർക്ക് ചോറ് കൊടുക്കണം കേട്ടോ. ചേട്ടാ അവിടെ നമ്മളവറ്റൊക്കെ ഒന്ന് ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ചിക്കൻ്റെ എല്ലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, വലിയ വിശപ്പൊന്നും ഇല്ല. എന്നാലും പിന്നെ തപ്പി പറക്കി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. അടുക്കള കഴിഞ്ഞ് പിന്നെ ഹോളും ഞങ്ങളുടെ ബെഡ്റൂമും ഒക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടു കേട്ടോ. നമ്മൾ ആ ചീരയൊക്കെ എടുത്ത് അവിടെ നിരത്തിയിട്ടല്ലേ ഈ അരിഞ്ഞത്, അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയില്ലല്ലോ. നാളെ ഒരു അടിപൊളി കോംബോ റെസിപ്പി ആയിട്ട് വരാം. ഓക്കേ.